ഹലോ ഫ്രണ്ട്സ്, ഷാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള റോസാപ്പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്രേപ്പ് പേപ്പറും ഗ്രീൻ ടേപ്പ്, ഗ്ലൂഗൺ, അതുപോലെ തന്നെ കമ്പി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പൂവിന്റെ ഇതളുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇതുപോലെ വരച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയുള്ള അളവുകളിൽ ഓരോ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് അതിൽ നിന്നും ഒരു പീസ് എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കാം. എന്നിട്ട് അത് നമുക്കൊരു പൂവിന്റെ ഇതള് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ചെയ്തെടുക്കാം. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ വളരെ ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമാണല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ വീഡിയോ. എത്രയോ കുട്ടികൾ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഇതുപോലെ ഫീസ് കൊടുത്താണ് ഈ വർക്കുകളെല്ലാം ചെയ്ത് പഠിക്കുന്നത്. എന്നാൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോയി പഠിക്കേണ്ടതില്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ലീഫ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ലീഫ് ഗ്ലൂഗൺ ഉപയോഗിച്ച് കമ്പുമായി ഒട്ടിച്ചെടുക്കാം. കമ്പി ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കാം. കുറച്ചു നേരത്തിന് ശേഷം ഇത് ഒന്ന് തുറന്നു നോക്കിയാൽ ആ കമ്പി ഉള്ളിൽ പെടുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പ് ടാപ്പ് ഉപയോഗിച്ച് ചുറ്റിച്ചെടുക്കാം. ഇത്രയും കണ്ടതിൽ നിന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി നമുക്ക് റോസിന്റെ ഇതളുകൾ വെച്ചു കൊടുക്കാം. അതിന് ഞാൻ ആദ്യം ഈ കമ്പിൽ ഒരു കോട്ടൺ ശീല ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇതുപോലെ ഒരു പേപ്പർ ചുറ്റിച്ചെടുക്കുന്നത്. എന്നിട്ടിത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് പൂവിന്റെ ഇതളുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ റോസ് ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീട് അലങ്കരിക്കാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് നൽകാനുമൊക്കെ ഇത് ബെസ്റ്റ് ആണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്